കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് ആമേൻ മറുപടി തന്നിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. And let's praise the Lord for already giving us the answers to the issues that we prayed about the other day. യാത്രയിലായിരുന്നവരെ കർത്താവ് കൂട്ടിവരുത്തി, ആമേൻ ദാനിയേൽ കുടുംബത്തെയും കർത്താവ് കൂട്ടിവരുത്തി, ആമേൻ പാപ്പച്ചാനെയും പ്രൈസ് നമസ്തമാമേ കർത്താവ് സ്തോത്ര യാത്രയിലൊക്കെ കൂടെ ഇരുന്ന് ആമേൻ സ്റ്റീഫൻ ബ്രദർ ആമേൻ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഇടയായി കൊണ്ടുവന്നു. ആമേൻ ഇവരുടെ എല്ലാം യാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. And the Lord brought everyone that was traveling, and all the names that I had just mentioned, and those individuals, the Lord brought them safely from all of their journeys. ആമേൻ. അനേക രോഗത്താൽ ഭാരപ്പെട്ട അവസ്ഥയിലൊക്കെ ഇന്ന് കേട്ടതുപോലെ ഒരു ദിവ്യ സമാധാനത്താൽ നമ്മളെ ഓരോരുത്തരും നിറച്ചതിനായി സ്തോത്രം ചെയ്യാം. And I thank the Lord for giving us such a tremendous peace in the midst of all the turmoil that's going on in this world. ഓൺലൈനിലായിരിക്കുന്ന ദൈവമക്കൾക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. And I want to extend a great praise to the Lord for those that are watching us by social media. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം പകൽക്കാലങ്ങളിലായിട്ടുണ്ട്. And we have a presence of a God that can make the impossible possible today among us. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കരമാണ്. And that is something that works above and beyond our own knowledge. ആർക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിൽ ആ സമാധാനം നമ്മുടെ മധ്യത്തിൽ ഒഴുകുകയാണ്. And that peace flows in a way that no one can even verbally express. ആമേൻ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. പ്രൈസ് ലോർഡ്. സ്തോത്രം ഹല്ലേലൂയ. ആ ഒരു വാക്യം കുറിവാക്യമായി വായിക്കുന്നതിനുള്ള അതിനുശേഷം പ്രൈസ് ലോർഡ് പഴയ ദൈവത്തിലേക്ക് കടന്നില്ല. ആമേൻ. 1 കൊരിന്ത്യർ 1:18 പ്രൈസ് ലോർഡ് ഇങ്ങനെ വായിക്കുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും ആമേൻ സ്തോത്രം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. And we read from 1 Corinthians chapter 1 verse 18 that the cross is foolishness for those who are perishing, but for us who are being saved, it is life in the power of God. ക്രൂശിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തിയായി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. And let the word of the cross be preached very strong among us today. ക്രൂശ് കാണിക്കുന്നത് തകർക്കപ്പെട്ട ക്രിസ്തുവിനെ കാണിക്കുന്നു. And the cross shows a rather downtrodden and defeated Christ. ഒരു ഉയർപ്പ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. But then there is also a rising up that is found in the cross. തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. And the power of the same Jesus that was broken and downtrodden lives within us today. അത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തിയാണ്. And that is a power that makes the impossible possible. അതിനാധാരമായ ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാം. And in relation to that, let us explore this thought. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആ ഭാഗം. And it is a very familiar verse to everyone. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ. That is 2 Kings chapter 6 verses 1 through 7. അതെല്ലാം വായിക്കണമെന്നില്ല. പ്രൈസ് ഉള്ളടക്കം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് അതിനകത്ത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആമേൻ അതിന്റെ 7ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: പ്രൈസ് ദി ലോർഡ്, നീ കൈ നീട്ടി അത് എടുത്തുകൊള്ളുക. And it is a very familiar verse. I don't desire to read the entire passage, but in the 7th verse it says, lift it out. ആമേൻ. അത് കൈ നീട്ടി എടുത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. Extend your hand and lift it out. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ 2-3 ഫ്രേസുകൾ നമുക്ക് സുപരിചിതമാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 21-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹാഗാറിനോട് പറയുന്നുണ്ട്, നീ ചെന്ന പൈതലിനെ എഴുന്നേൽപ്പിക്കുക. And there also in the book of Genesis, it is also within the story of Hagar, as Hagar is being told, you go and raise up that child. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ വഴിമുട്ടി നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, ആമേൻ, ധൈര്യമായിട്ട് നീ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. And in the book of Exodus, as the children of Israel are there in the wilderness, God is saying, be of courage and move forward. ഇവിടൊക്കെ ദൈവം അരുളി ചെയ്തത് അതുപോലെ അത് പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് ആ ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് കഴിഞ്ഞു. And so because the people here in these examples did what the Lord was instructing them to do, they received the victory. ഇതെല്ലാം അസാധ്യങ്ങളുടെ മധ്യത്തിൽ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളാണ്. And all of this is a God who has the power to do the possible within the impossible. അത് വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുവാനൊക്കെ അവിടെ നാം തയ്യാറാകണം. And we need to by faith receive that today. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അറിയാൻ കഴിയും.
And within this context, we understand ഞെരുക്കത്തിൽ കഴിയുന്ന ഒരു പ്രവാചക കൂട്ടങ്ങൾ, that it is a group of prophets that are living within the struggle. അവരുടെ ഞെരുക്കം മാറുവാൻ ഒരു വിശാലതയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചു. And they are praying for an expansion and a more comfortable place for them. വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാത്തവരാരുമില്ല. And there's no one that doesn't desire an expansion in their life. അതൊരു ആത്മീകമായിരിക്കാം, ഭൗതികമായിരിക്കാം. That can either be spiritually or physical. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന വിശാലത നമ്മുടെ ഭൗതിക വിഷയങ്ങളിലാണ്. And many times we desire an expansion and a growth within our physical. നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതിക്ക് ഒരു വിശാലത വേണം. And for our strength we desire physical. നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു വിശാലത വേണം. And we want an expansion within our household. എന്നുവേണ്ട സകലത്തിലും നമ്മൾ ആ ഒരു വിശാലത ആഗ്രഹിക്കുന്നവരാണ്. And we are people who desire that growth and expansion. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ വിശാലത ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പ്രാപിക്കാനായിട്ട് But we കഴിയില്ല. have to understand that growth and expansion doesn't happen within one day. അതിന് ചില കണക്കൂട്ടലുകളും അതിന് ചില ഉറവിടങ്ങളും സോഴ്സസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. And so there then some sources begin to develop to begin that road. ഒരു വീട് വിശാലമാക്കണമെങ്കിൽ അതിനൊരു സോഴ്സ് ഉണ്ടാകും, അതിനൊരു കണക്കൂട്ടലുകളുണ്ട്. And when in order for a house to expand and grow, there are some calculations and some resources that are needed. എന്നാൽ ആ വിശാലതയ്ക്ക് കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന സോഴ്സുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അപമാനത്തിന് കാരണമായി മാറും. And so if those resources that were set aside for the expansion of that household do not come through, then it is a source of shame. അതുകൊണ്ട് ഈ ചെറിയ ചരിത്രം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. So this small story reminds us of a couple of things. ഈ ഉറവിടങ്ങൾ, സോഴ്സുകൾ അല്ലെങ്കിൽ വിശാലതയ്ക്ക് മുഖാന്തരമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. That these resources are possible of being lost in the midst of this expansion. അതുപോലെ നാം ആഗ്രഹിക്കുന്ന വിശാലത തടസ്സപ്പെടുവാൻ സാധ്യതകളുണ്ട്. And that also there can be a hindrance to the expansion that we desire. ഇവിടെ പറയുന്ന വിശാലതയ്ക്ക് ആഗ്രഹിക്കുന്നവർ പ്രവാചകനെ ഇവിടെ കൂട്ടിക്കൊള്ളണമെന്നുള്ളത് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ്. And then also that the man of God needs to be included in those plans for expansion. അതിന്റെ നമ്മൾ ഏത് വിശാലതയ്ക്ക് മുന്നിട്ട് ഇറങ്ങുമ്പോഴും ദൈവത്തെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണമെന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായി മനസ്സിലാക്കുക. And likewise we understand that if we ever plan to grow or expand, we need to bring God along on that journey. അതുകൊണ്ട് വിശാലതയ്ക്ക് വെച്ചിരിക്കുന്ന മുഖാന്തരമായിരിക്കുന്ന വസ്തുതകൾ, ഉറവിടങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അഥവാ നഷ്ടപ്പെട്ടാൽ അത് എവിടെ നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത, ഒരു ബോധ്യം നമുക്കുണ്ടാകണം. So we must surely understand that if we did lose any resources that led to a hindrance to our expansion, we need to be aware where we lost those resources at. ഈ അധ്യായത്തിൽ ആ ചെറിയ ചരിത്രത്തിൽ അവർ കണക്കുകൂട്ടി ചരിത്രമൊക്കെ അറിയാമെന്ന് പറയുന്നില്ല. അവരെ മരം മുറിച്ച് അതിന്റെ വിശാലത അല്ലെങ്കിൽ അവരുടെ സ്കൂളിന് വേണ്ടി ഒരു വിശാലതയ്ക്ക് വേണ്ടി അവർ ആ കണക്കുകൂട്ടലിലൂടെ ആ മരം മുറിക്കുവാൻ വിശാലതയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. So we see that very briefly in this story that the prophets desired for their school to be expanded, so they wanted to chop down some trees in order for that to happen. അവരുടെ ലക്ഷ്യം മരം വെട്ടി വിശാലത വരുത്തുവാനാണ്. കണക്കൂട്ടലൊക്കെ ഉണ്ട്. എന്നാൽ കണക്കൂട്ടലുകൾ തെറ്റി വിശാലതയ്ക്ക് മുഖാന്തരമായിരിക്കുന്ന കോടാലി വെള്ളത്തിൽ വീഴുവാനിടയായി. And so they had these calculations and everything, all this plan set in motion, but as soon as that axe head fell into the water, all of their calculations were brought to nothing. അതിൽ ഒരുവന്റെ കോടാലി വെള്ളത്തിൽ വീണു, ആകെ നിരാശനായി. And one person's axe head fell into the water and he became very saddened and depressed. ആ നിരാശ എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാം മരം വെട്ടി എടുക്കുമ്പോൾ അവന് മാത്രം ഒന്നും ലഭിക്കുന്നില്ല. മുമ്പേ കേട്ടതുപോലെ എന്നെ ആരും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വളരെ നിരാശയോടിരിക്കുന്ന ആ പ്രത്യേക ദൈവദാസൻ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യൻ. And then when that servant of God, when his axe fell into the water, he was filled with grief. Like we said before, no one is paying attention to me, no one is coming to me, no one is understanding me. നിരാശപ്പെട്ടിരിക്കുന്ന ആ ശിഷ്യൻ വിളിച്ചറിയിക്കുന്ന ഒരു ദൂതുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരുവൻ വന്നിട്ടുണ്ട്, അവന് സകലതും സാധ്യമാക്കി തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. But there is a testimony of this one who is grieving, that one whom the Lord is with us, and he can make the impossible possible. കൂട്ടത്തിലെല്ലാവരും സന്തോഷിക്കുമ്പോൾ ഏതെങ്കിലും
വിഷയത്തിൽ വിശാലതയ്ക്ക് മുഖാന്തരമായതിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുവാനല്ല, മറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനുണ്ട്, എന്റെ കൂടെ ഒരുവനുണ്ട്, അവൻ വിശ്വസ്തനാണ്, അവൻ അസാധ്യത്തെ സാധ്യമാക്കുന്നവനാണെന്ന് ഉള്ള ബോധ്യം നമുക്കുണ്ടാകണം. And if you are in a group and you feel individually that your resources are lost and that all of your calculations are turned upside down, you must remember that there is one who can make the impossible possible within your midst. അവനോട് ചോദിച്ചാൽ ആ ബോധ്യം എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ അവൻ പറയും, കഴിഞ്ഞ കാലങ്ങളിൽ അവനുമായിട്ടുള്ള ബന്ധത്തിൽ എന്റെ ജീവിതത്തിൽ സകലത്തിനെയും അസാധ്യത്തെ സാധ്യമാക്കി തന്ന ഒരു പ്രവാചകനാണ് അവൻ എന്നുള്ള പൂർണ്ണമായ ബോധ്യം അവനുണ്ടായിരുന്നു. And if you ask this one man how he knows these things, he says that I have been in relationship. I have walked with this one person, and through that relationship I know he is one who can make the impossible possible. അവൻ നിലവിളിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. And he is crying out as he goes to that prophet. മനസ്സിലാക്കുക ദൈവമക്കളെ, വിശാലത നഷ്ടപ്പെട്ടെങ്കിൽ, നാം ആഗ്രഹിക്കുന്ന വിശാലത അതിന് മുഖാന്തരമായത് നഷ്ടപ്പെട്ട് വിശാലതയെ തടയുന്ന ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ, and you must understand, children of God, that if there is any resource that has been lost that is a hindrance to the growth or the expansion, മൗനമായിരുന്നു പിന്മാറ്റത്തിലോട്ട് പോകുവാനല്ല, മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നിരാശപ്പെട്ടിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God does not desire for us to be silent and to sit there and suffer or to separate ourselves from the group. അവൻ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവനാണെങ്കിലും അവൻ ആ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന് രണ്ട് കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ് അവൻ. But even if he was isolated now from that group, he is going to the man of God and sharing two things with him. ഒന്ന് വിശാലതയ്ക്ക് മുഖാന്തരമായ കോടാലി നഷ്ടമായി അവൻ പ്രവാചക. And first, the man of God, the axe that was necessary for the expansion has been lost. രണ്ടാമത്തെ കാരണം എന്റേതല്ല, അത് ഞാൻ വായ്പ വാങ്ങിയതാണ്. അത് അവന്റെ നിലവിളിക്കൊരു യാഥാർത്ഥ്യം, അവനൊരു ആക്കം കൂട്ടുന്നതായി തീർന്നു. And so not only that was it lost, but it was a borrowed axe, and that increased the cry and the pain that was within him. അവന്റെ ഹൃദയത്തിലുള്ള ആവേശം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. And may we have that hunger and that sense of grief within us as this man had. ആത്മീയമായ ഒരു വിശാലതയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഭൗതികമായ ശാരീരികമായ സ്ഥലങ്ങളുടെ വിഷയത്തിന്മേൽ മറ്റുള്ള വിഷയങ്ങളിൽ ഒരു വിശാലത ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന്റെ സോഴ്സ് നഷ്ടപ്പെട്ടെന്ന് ബോധ്യമാണെങ്കിൽ ദൈവമകനെ പിറുപിറുത്ത് പിന്മാറുവാനല്ല, ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധിയിൽ ചെന്ന് ഓരോ എടുത്തു പറഞ്ഞ് നിലവിളിക്കുവാൻ ഇന്ന് പകൽ നാം തയ്യാറാകണം. And child of God, if that resource in your life that leads to the expansion has been lost, let us not sit and let us not simply cry and be isolated, but go to the presence of the man of God, to God himself, and cry out with that hunger to receive it. അവനെ അലട്ടിയതുപോലെ നമ്മളെ അലട്ടുവാൻ അവൻ നഷ്ടമായതിനെ ചൊല്ലിയുള്ള വേദന നമുക്കുണ്ടാകണം. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാകണം. And not only that, let us be filled with that hunger to be able to have that thing returned which was lost to us. മാത്രമല്ല, സ്വന്തമായിരുന്നെങ്കിൽ ഇത്ര നിലവിളി ഉണ്ടായിരുന്നില്ല. അവൻ പറയുക, കർത്താവേ, പ്രവാചക, ഇത് ഞാൻ വായ്പ വാങ്ങിയതാ, അത് എന്റേതല്ല, അർഹതയില്ലാത്തത് എനിക്ക് തന്നതാ, അതാണ് ഇന്ന് പകൽക്കാലം എന്നിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. And let us go to the man of God and let us say, and it wasn't because he was worthy of that gift, but because it was borrowed. It was not because of his worthiness that he held that axe, but let us be like him and say, Lord, I am not worthy of this gift that is lost. എന്തെങ്കിലും ഉറവിടങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ എന്റേതാണെന്ന് പറഞ്ഞ് പുകഴുവാൻ നമ്മൾ ആരുമല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനത്തെ സൂക്ഷിക്കുവാൻ ഞാൻ നീയും കടപ്പെട്ടത്. അത് നഷ്ടമാണെന്ന് ബോധ്യമെങ്കിൽ അവന്റെ അടുക്കലേക്ക് ചെന്ന് ഒന്ന് സമർപ്പിക്കാൻ, കർത്താവ്, ഇത് നഷ്ടമായി പോയി, എന്റെ അല്ലായിരുന്നു, അത് നീ തന്നത്, അർഹതയില്ലാത്ത നീ തന്നതാ എനിക്ക്. And if any of your resources are lost, go to the presence of God and say, God, I have lost the resources that you have given me. Do not be prideful and say, Lord, I am not worthy of these gifts you have given me. Lord, please help me to find them again. ഈ
അവൻ ആ നിലവിളിക്ക് ഉത്തരം കൊടുത്തത് ഒരു ചോദ്യമാ, കുഞ്ഞെ ഇതൊക്കെ ശരിയാ, പക്ഷേ അതെവിടെ വീണെന്ന് നീ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? And when you cry out, do not expect an answer, but also a question. Can you show me where it fell? അതെവിടെ വീണു, എങ്ങനെ നഷ്ടമായെന്ന് നീ ഒന്ന് വ്യക്തമായി എന്നെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? Can you show me? Can you tell me how you lost it? ആമേൻ. പ്രവാചകന്റെ ആഗ്രഹിക്കുന്ന മറുപടി ദൈവവേദന എക്സൈറ്റഡ് ആയിട്ടുള്ള മറുപടിയാ, ഒരു എക്സ്ക്യൂസും അതിനകത്ത് പാടില്ല. And the response of the prophet was one that was an exact answer, and there was nothing to lie about but truthful answer given. ഇന്ന് പകൽക്കാലം ഞാനൊരു വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേനത് നഷ്ടമായത് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടോ, അത് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്നവനായിട്ട് തീരരുത്, ന്യായീകരിക്കുന്നവനായിട്ട് തീരരുത്, മറിച്ച് തുറന്ന് സമ്മതിച്ചാൽ ആമേൻ കർത്താവ് എന്റേതല്ലായിരുന്നു, ഇവിടെ വീണെന്ന് പറയുവാൻ ഞാനും നീയും തയ്യാറാകുന്നെങ്കിൽ. And if you and I are ready to give that exact truthful response instead of lying or beating around the bush. അതവേ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ, and when the man of God asked where it can be found, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അത് ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. and we know that story. ആമേൻ സ്തോത്രം. അവന്റെ മറുപടി, ആമേൻ ഞാൻ തിന്നുപോയി എന്ന് പറയുന്നതിന് പകരം നീ എനിക്ക് തന്ന കൂട്ടാളി തന്നു തിന്നു എന്നുള്ള ന്യായീകരണം എന്റെ കർത്താവിന് വേണ്ട. എന്റെ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഡയറക്റ്റ് ആയിട്ട് ഹല്ലേലൂയ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എവിടെ വീണു, എങ്ങനെ വീണു എന്ന് ബോധ്യത്തോടെ അവന്റെ അടുക്കലേക്ക് സമർപ്പണത്തോടൊന്ന് ചെല്ലാം. And that servant of God, that prophet, did not give any false or simply misleading answers or excuses, but he gave the servant of God the exact location of where it is. യാക്കോബേ, നീ എത്ര മുഴുവൻ പ്രാർത്ഥിച്ചു മല്ല് പിടിച്ചാലും, And Jacob, no matter how long you pray and wrestle, ആമേൻ സ്തോത്രം, നീ ഒരു വടി കൊണ്ടുപോയി രണ്ട് കൂട്ടമായിട്ട് വന്നാലും, and even if you took one staff and came back as two groups, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, നീ ആരാണെന്നും എന്നോട് പറയാൻ പറ്റുമോ? can you tell me who you are? ഏത് നിലയിലും നീ ആകട്ടെ, And whatever situation you may be in, ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി നമ്മിൽ നിന്നുണ്ടാകും. there is an answer that the Lord desires of us. യാക്കോബേ, നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, And Jacob, what I desire of you ഇപ്പോഴത്തെ പത്രാസും മഹിമയും എനിക്ക് കാണാനല്ല, is not to see the glory or your pride, നിന്റെ കൂട്ടത്തെ രണ്ട് കൂട്ടത്തെ കാണുവാനല്ല, but it's not to see the two groups you have returned with. നിന്റെ ഒറിജിനൽ പേരെന്താണെന്ന് നീ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, But if you desire to reveal your original name, ദൂതൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ദൈവമക്കളെ, and it's not because the angel did not know. നമുക്കൊരു പുതിയ സമർപ്പണത്തിന് വേണ്ടി, ആമേ യാക്കോബേ, ഒരു പുതിയ സമർപ്പണത്തിന് വേണ്ടി നീ ആരായിരുന്നു എന്ന്, ആമേ സ്തോത്രം ഹല്ലേലൂയ, നീ എവിടെയായിരുന്നു എന്നും നീ എവിടെ വീണു എന്നും ഇന്ന് പകൽക്കാലം നീ ഒന്ന് ഏറ്റു പറയുന്നുവെങ്കിൽ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിന്നെ ദണ്ഡിപ്പിക്കുകയില്ല, ഞാൻ നിന്നെ അപ്പുറത്ത് വിടുക തന്നെ ചെയ്യും, ഞാൻ വാഗ്ദത്തം പൂർത്തീകരിക്കും. പക്ഷെ നീ ഒരു എക്സാക്റ്റ് ആയിട്ടൊരു മറുപടി എനിക്ക് കർത്താവ് നീ തരുന്നേ മതിയാകും. And Jacob, if you are truthful and honest with me, and if you surrender yourself, I will come alongside you and bless you and take you to the other side. ദാവീദേ, ഒരു വർഷമായി നീ ഒളിച്ചുകൊണ്ട് നടക്കുക. And David, it's been 1 year since you've been running around. പ്രവാചകൻ വന്ന് ദൂത് പറയുമ്പോഴെങ്കിലും നീ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ, And even when the prophet came, if you were willing to surrender yourself. ദൈവവചനം നാം കേൾക്കുമ്പോൾ നമുക്കൊരു സമർപ്പണ ബോധം നമുക്കുണ്ടാകണം. And when we hear the word of God, we need to be able to have that awareness and consciousness of surrender. പക്ഷെ പ്രവാചകൻ കൈ ചൂണ്ടി അവന്റെ മുന്നിൽ പറയാ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ, But when the prophet of God points his finger and says, that man is you yourself. അവൻ ഏറ്റു പറഞ്ഞൊരു പദമുണ്ട്, കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്തു. And there was a word that David said, Lord, I have sinned against you. എവിടെയാണത് നഷ്ടമായെന്ന് എനിക്ക് നല്ലതുപോലെ തിരിച്ചറിഞ്ഞു. And he understood where his resources were lost. ആമേൻ ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന മറുപടി അത് തന്നെയാണ്. And that is the answer that the Lord requires, children of God. പ്രവാചകൻ നമ്മുടെ കൂടെയുണ്ട്. The prophet is with us. നിന്റെ നിരാശയെ അത് അധികമായി നിരാശപ്പെടുത്തുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. And the Lord doesn't desire to compound the grief.
ബുദ്ധിക്ക് അതീതമായ ഒരു സമാധാനം എന്ന വിശാലത ഞാൻ നിനക്ക് വേണ്ടി തരാൻ നൽകുവാൻ വിശ്വസ്തനാണ്. And he is faithful to give us a peace that surpasses all understanding. ആ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ പ്രവാചകൻ ശിഷ്യൻ കാണിച്ചു കൊടുത്തു, ഇവിടെ വീണു. And as we return to the story, that servant said, this is where the axe fell. കൂടെയുള്ള പ്രവാചകന് സ്തോത്രം ഹല്ലേലൂയ, വലിയ പ്രവാചകൻ തൃപ്തിയായവൻ പറഞ്ഞ് അവൻ ഒന്നും മിണ്ടാതെ അവൻ അടുത്തുനിന്ന് ഒരു കമ്പ് വെട്ടി സ്തോത്രം ആ നദിയിലേക്ക് ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഇരുമ്പ് പൊങ്ങി വന്നു. And the major prophet, the greater prophet, took a stick and grabbed it and cast it into the water, and the axe head began to float. ഇതാ നമ്മൾ പറഞ്ഞത് അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു ദൈവം. And this is what we said, that he is a God who makes the impossible possible. ഒരു കഷ്ണം കമ്പ് വെട്ടിയിട്ടാൽ പുറത്തു വരുന്നതല്ല ഇരുമ്പ് കഷ്ണം. And it's not that this heavy metal iron object can float when a stick is placed in water. ബുദ്ധിക്കതീതമായ ദൈവിക സമാധാനം. It is a peace that passes all understanding. ഓ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, if God has given it to us, അത് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, and if God desires it from ഇന്ന് us, പകൽക്കാലം നമുക്ക് ചോദ്യം ചെയ്യാതെ അവനെ ഒന്ന് അനുസരിപ്പാൻ. then let us obey him without questioning. ആ കമ്പിന്റെ പ്രത്യേകത ഒന്നും അവൻ ചോദിച്ചില്ല. He didn't ask what the specialty of that stick എന്നാൽ ആ was, കമ്പിന് ഒരു പ്രത്യേകതയുണ്ട് ദൈവമേ. but that stick did have an importance to it. ആ പ്രവാചകൻ മരത്തിൽ നിന്ന് വെട്ടിയ കമ്പെന്നാ പറയുന്നത്. It says that the servant of God cut it from the tree. ആ മരത്തിനൊരു തകർച്ചയുണ്ടായി. That tree had a downfall. കമ്പിനൊരു തകർച്ചയുണ്ടായി. And that stick also was broken. ഓ തകർക്കപ്പെട്ട കമ്പിനെ ഇത് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. And only a broken stick can redeem that which was lost. ഇത് മറ്റാരും വെട്ടി നുറുക്കിയതല്ല. And there was no one else that broke that പ്രവാചകൻ stick. വെട്ടി മുറുക്കിയതായത്. It was the man of God, the prophet, who broke that അവൻ stick. ഇഷ്ടമുണ്ടായിട്ട് വെട്ടിയതല്ല. And it's not because he had നിന്റെ pleasure in doing it. വിശാലതയെ തടയുന്നതിനെ പുറത്തെടുക്കുവാൻ. It was so that the thing that was hindering the expansion, നിനക്ക് തന്ന വാഗ്ദത്തത്തിന്റെ വിശാലതയെ പുറത്തെടുക്കുവാൻ. and so to be able to bring forth the promise, അവൻ വെട്ടി നുറുക്കി. he was cut and broken. ആ നുറുക്കപ്പെട്ട കമ്പാണ് ഈ ഇരുമ്പിനെ പൊക്കിയെടുത്തത്. And it was that broken stick that picked up that iron. ഇന്ന് പകൽക്കാലം പലരും അസാധ്യങ്ങളുടെ അവൻ നടുവിലായിരുന്നു നമ്മെ ഓരോരുത്തരെയും. And those of us, each of us who are in the midst of impossibility, ആരാധനയുടെ മധ്യയായിരുന്നു നമ്മെ ഓരോരുത്തരെയും. and those who are worshiping idols, അവയെ സാധ്യമാക്കി തന്നെങ്കിൽ if he was able to make it possible, അത് തകർക്കപ്പെട്ട കമ്പിനെ കഴിയുകയുള്ളൂ. and that can only be done by a stick that is broken. ആ തകർക്കപ്പെട്ട കമ്പ് മറ്റൊന്നുമല്ല, കാൽവരി ക്രൂശിലെ കൽത്തളത്തിൽ ഉയർന്നു നിൽക്കുന്ന കാൽവരി ക്രൂശത്രേ. And that is that cross that stands there on that place of the skull, the cross of Calvary. ആ പുത്രൻ തകർക്കാൻ ഏൽപ്പിച്ചത് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ അസാധ്യത്തെ സാധ്യമാക്കി തരുവാൻ എന്റെ കർത്താവിന് കഴിയുകയുള്ളൂ. And the only reason why God can make the impossible possible is because he surrendered himself. That son gave himself to be broken. ആ തകർക്കപ്പെട്ട ക്രൂശിന് അവൻ തകർക്കപ്പെട്ട കർത്താവിന് ഇരുമ്പിനെ പൊങ്ങുക മാത്രമല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാൻ, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്തു തരുവാൻ ആ ശക്തിക്ക് കഴിയും. അതത്ര ക്രൂശിന്റെ ശക്തി. And that broken son can not only lift up an iron head, but he can also restore that which is broken, and that is the power of the cross. ഈ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഒരു ഭോക്ഷത്വമായേക്കാം. And the wisdom of the cross can be foolishness to those that are perishing. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ, But to those that are being അത് saved, ശക്തിയായി ഭവിക്കും. that is the power and അസാധ്യങ്ങളെ strength. സാധ്യമാക്കി തരും. It is one that makes the impossible ബലഹീനരെ possible. ബലവാനാക്കി തരും. Amen. Glory. Hallelujah. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, തകർക്കപ്പെട്ട ക്രൂശിനെ ഇത് കഴിയുകയുള്ളൂ. And only the cross, that place of brokenness, can do this. ആമേൻ. ഹല്ലേലൂയ. Amen. ആമേൻ. സങ്കീർത്തനം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In Psalms chapter 8 verse 5 it reads like this. മനുഷ്യനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്ന അവനെ സൃഷ്ടിച്ചത്. And a man was covered with crowned with glory. ആ തേജസ് നഷ്ടമായി പോയി. And that glory was lost. അത് തിരികെ
പ്രാപിക്കാതിരിക്കാൻ വാളും കൊണ്ട് ദൂതനെ അവിടെ ആക്കിയിട്ടുണ്ട്. And in order to not be able to go back and retain that glory, there is an angel with a sword there. ഇത് തിരികെ പ്രാപിക്കാൻ മാനുഷിക ശക്തിക്ക് കഴിയില്ല. And man's own power and strength cannot return this glory. അത് അസാധ്യമായ മക്കളെ. That is very impossible with man. ആ തേജസ് തിരികെ തരുവാൻ ഒരൊറ്റ ശക്തിക്ക് കഴിയുകയുള്ളൂ. അത് തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമേ അത് തിരികെ തരാൻ കഴിയുകയുള്ളൂ. And there is only one force on earth that can return that glory to man, and that is the Christ who was broken for us. നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ കാലങ്ങളിൽ ആ തേജസ് എവിടെ നഷ്ടപ്പെട്ടു, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ പരസ്യമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ തരം കൊണ്ട് ഏറ്റു പറഞ്ഞ ദൈവമേ, അവൻ ആ തേജസ് നഷ്ടപ്പെട്ടു പോയതിന്റെ ക്രൂശിലെ ശക്തിയാൽ അത് തിരികെ തന്നില്ലേ. And those who have lost that glory from the Lord, and those who are struggling to find it, did he not return it back to you with the cross? Hallelujah. അത് നിന്നെ വിശാലത തരികയില്ല എന്ന് അവൻ കുടുംബക്കാർ മൊത്തമായി വിധി എഴുതിയപ്പോൾ, and when the entire family, your entire household said you would not receive the blessing, ഇന്ന് കേട്ടതുപോലെ അവർ ഐക്യമായി അപ്പുറത്ത് നിന്ന് നിന്റെ പേര് പോലും വായിച്ചു കളയത്തക്ക നിലയിൽ അവൻ ഏകകണ്ഠമായി ഐക്യമായി നിനക്ക് വേണ്ടി നിരൂപിച്ചപ്പോൾ, and as he stood there to the side so that your name will not be written out, but yet he was there standing in unity for you. വാദിച്ച മധ്യത്തിൽ നിന്ന് ചേറ്റുകുഴിയിൽ നിന്ന് എന്നെയും നിന്നെയും വീണ്ടെടുത്ത നഷ്ടപ്പെട്ടത് തിരികെ തരുവാൻ അവൻ അസാധ്യമായതിനെ സാധിപ്പിച്ചത് എന്റെ കർത്താവിന്റെ അവൻ ക്രൂശിലെ ബ്രോക്കൺ ശക്തിയാണെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. And do not forget that as he stood there in the midst interceding for you, his body was broken, and it was through the strength of that brokenness for you. Oh, hallelujah. നിത്യത എന്ന വിശാലമായ അവകാശത്തിന്റെ മേൽ, നിത്യത എന്ന വിശാലമായ അവകാശത്തിന്റെ മേൽ, and that one which is upon eternity, which is an eternal promise. ഈ ലോകം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ശത്രു നിന്നെ നോക്കി പല്ലിളിച്ചപ്പോൾ, and when Satan gritted his teeth at you, ഇതിനപ്പുറത്തൊരു വിശാലത നിനക്ക് തരികയില്ലെന്ന് ശത്രു വാദിച്ചപ്പോൾ, and when Satan was arguing and saying you have no future or an eternity after this, ആ തേജസ് നഷ്ടപ്പെട്ടത് ഇവിടാണ് കർത്താവേ എന്ന് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞത് എന്റെയും നിന്റെയും. and it was us who was saying, Lord, that glory was lost from me and you. ആ വിശാലത നമുക്ക് മടക്കി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank the Lord that he has returned that glory back to you and I. നമ്മുടെ ആചാരങ്ങളോ ക്രിയകളോ ഒന്നും ചെയ്തില്ല. It was not any rituals or anything that we ഒന്നേ did. ചെയ്തുള്ളൂ. Only one thing ഇവിടെ happened. വീണുപോയി കർത്താവേ. Lord, this is where it is ഇവിടെയാണ് ഞാൻ fallen. പാപിയായി തീർന്നത്. Lord, this is where I became a ആചാരം sinner. കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ And as we confess with our mouth, ക്രൂശിലെ ശക്തി എന്റെ അടുക്കൽ വന്നു. the power of the cross came near me. നിന്റെ അടുക്കൽ വന്നു. He came near you. അത് എടുത്തുകൊള്ളുക. Take that power in your നിത്യതയുടെ hand. അവകാശം നിനക്കുള്ളതാണ്. Because the promise of eternity is for അവകാശം you. പ്രാപിച്ച ദൈവമല്ലത്. And child of the promise. മൗനമായിരിക്കുവാനല്ല. It is not to sit silent. നിത്യമെന്ന അവകാശം ദാനമായി തന്ന ദൈവത്തിന് നന്ദി കരയറ്റുവാൻ നാം ഇന്ന് പകൽക്കാലം ബാധ്യസ്ഥനത്രേ. And we are responsible to sing praises to God who has made us the promise of eternity. Praise the Lord. Hallelujah. ലോകം വിധി എഴുതിയ രണ്ട് കള്ളന്മാർ അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ, And as the two thieves were both on the left and the right, യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ, and as they were there on the left and the right of the cross, ഒരുവൻ പറഞ്ഞു, അവൻ നീ എന്തോ ചെയ്യുകയാ? and one man said, what are you doing? നിനക്ക് നിന്ന് ഇറങ്ങി വന്നൂടായോ? Can't you yourself come down? മറ്റവന്റെ വാക്കോർക്കുക. But remember the words of the other ഓ man. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ഇപ്രകാരമാ, And he said such as ഞാൻ this, വീണ് കർത്താവേ. Lord, I have fallen. എന്റെ വിശാലതയുടെ അവകാശം നഷ്ടമായി ഇവിടെ പോയിരിക്കുന്നു. Lord, my promise has failed here. ഞാൻ കുറ്റക്കാരനാ കർത്താവേ. Lord, I am guilty. നീയോ നിഷ്കളങ്കൻ. But you are innocent. നീയോ ദൈവപുത്രൻ You are the Son of എന്ന് God. പറയുകയോ, And he's confessed ഈ this. തകർക്കപ്പെട്ട കമ്പ് And this broken അവന്റെ rock അടുക്കലേക്ക് വന്നു. came near him. എന്നിട്ട് പറയുന്നു, നീ എന്നോട് കൂടെ
പർദീസയിലിരിക്കുന്നു. And he said, today you are with me in paradise. Hallelujah. ആ പർദീസ പ്രാപിച്ച ദൈവമൈതലേ, And that child of God ആ who was വിശ്വാസത്തെ ഏറ്റെടുത്ത ദൈവമൈതലേ, and the one who has that faith. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. Let us all join together and praise the Lord. ആ ദൈവം അനുവദിക്കില്ല. The Lord will not allow it to be lost. തിരികെ തരുന്ന ദൈവത്തെ. He is a God who will return it back to നിന്റെ you. ഒരു വാക്ക് മതി. And you just need to അത് remember. അസാധ്യമെന്ന് പറഞ്ഞാൽ And when the word says it, the world says it is impossible. അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നു. And the presence of God that is past all human understanding resides among us today. Praise the Lord. Hallelujah. Amen. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്രോസിനെ കുറിച്ച് കേട്ടു. And last week we learned about Peter. തിബരിയാസ് കടക്കരെ വെച്ച് പത്രോസിനെ കർത്താവ് കണ്ടു. And God saw Peter there at the shore of the Tiberias. തകർക്കപ്പെട്ട് ഉയർപ്പിന് ശേഷം And after he was broken and as he rose, സ്നേഹിച്ച് അവന്റെ അടുക്കൽ വന്നു. he made an appearance back to Peter. Hallelujah. ദൈവമക്കളെ മറന്നു പോകരുത്. Children of God, do not forget. നമുക്ക് തെറ്റ് പറ്റാതിരിക്കുകയല്ല. And we are not those who do not experience mistakes. ഈ സ്നേഹനിധിയായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. This God of love is with us. അതൊരു ഗ്രാൻഡ് ബോണസ് ആയിട്ടൊന്നും ചിന്തിക്കരുത്. Amen. Hallelujah. Hallelujah. കർത്താവ് കണ്ടു. And God saw, പത്രോസിന്റെ പട്ടിണി മാറ്റി വല നിറച്ചു കൊടുത്തു. and he removed his need and his lack and filled his boat with fish. കുളിര് മാറ്റാനായി തീ കാഞ്ഞു കൊടുത്തു. And to even eat breakfast, he had gotten some coals together. അവൻ ഹല്ലേലൂയ പ്രൈസ് എന്ന് ചോദിച്ചു. And then he asked them, നീ എന്നെ സ്നേഹിക്കുന്നു? do you love me? രണ്ട് പ്രാവശ്യം ഉഴപ്പി. And 2 times he just gave a pat answer. നമ്മൾ ഉഴപ്പിയതൊക്കെ കർത്താവിന് അറിയാം. And God knows when we give half answers. എങ്കിലും ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് But he has brought us here today മൂന്നാമതൊന്ന് ചോദിക്കാനാണ്. to ask us a 3rd time എന്നോടൊന്ന് റിപ്പീറ്റ് ചെയ്യാനാണ് ദൈവമൈതലേ. to repeat that question again to ഓ us. പത്രോസ് യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുവോ? Peter, do you truly love me? അവനത് പറയുമ്പോൾ And when he said that, അവനൊരു രംഗം അവന്റെ ഹൃദയത്തിൽ പത്രോസിന്റെ ഹൃദയത്തിൽ വന്നു. and there was a conviction there in his heart. അവൻ മുഖം വികൃതമായ കർത്താവായ യേശുക്രിസ്തു And the one that Jesus Christ who was disfigured. കണ്ണുനീരല്ല രക്തം ഒഴുകി വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖം. And the face of Jesus whom blood was dripping down his face. അവൻ പറഞ്ഞ വാക്ക് 3 പ്രാവശ്യം കോഴി കൂവും മുമ്പേ. And then what he said was before നീ എന്നെ പറയുമെന്ന് പറഞ്ഞ വാഗ്ദത്തം that you would deny me 3 times. അവൻ തള്ളിപ്പറയുകയും കോഴി കൂവുകയും ചെയ്തപ്പോൾ And after he denied him and the rooster crowed, അവൻ തിരിഞ്ഞെന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. he then looked at the face of Christ. ഹല്ലേലൂയ. രക്തം ധാരധാരയായി ഒഴുകുകയാണ്. And the blood was dripping. കണ്ടാൽ ആളറിയാൻ വയ്യാത്തതുപോലെ And he was so disfigured. വികൃതമായ മുഖത്താൽ And his face was so അവന്റെ disfigured and ചൊവ്വിക്കുന്ന mangled. കണ്ണുകൾ പത്രോസിലേക്ക് തന്നു. And those eyes were turned to Peter. പത്രോസ് ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞു അവൻ പുറത്തു പോയി. And when Peter saw this, he burst in tears and ran out. മൂന്നാമത് ചോദിച്ചപ്പോൾ ഈ രംഗം അവന്റെ ഹൃദയത്തിൽ വന്നു. And the 3rd time when he asked this image came to him. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, He began to weep ഓ and എന്റെ say, കർത്താവേ, നീ സകലതും അറിയുന്നല്ലോ. and he said, Lord, my God, you know everything. ആ നിലവിളിക്കകത്ത് എല്ലാം ഉണ്ട് ദൈവമൈതലേ. And in that cry, everything is there. തകർക്കപ്പെട്ട ക്രോസ് അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. And that place of defeat, that broken cross was there in his life. തകർക്കപ്പെട്ട ക്രിസ്തു അവന്റെ ഹൃദയത്തിലേക്ക് വന്നു. And the broken Jesus came into his heart അവൻ ഏറ്റു പറഞ്ഞു, and told him, ഇവിടെ വീണു കർത്താവേ, Lord, this is where I നീ fallen. അറിയുന്നല്ലോ. Lord, you know ഞാൻ everything. നിന്നെ സ്നേഹിക്കുന്നു. Lord, that I truly love അന്റെ you. ഭാഗത്തു നിന്നുള്ള ഒരു സമർപ്പണം ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം. And let us accept that inward submission today. പിന്മാറിപ്പോയതിനെ ചേർത്ത് പിടിച്ചൊരു കർത്താവ്. And a God that came and gathered that which was scattered. മനുഷ്യൻ വിചാരിക്കുന്ന പോലെ തള്ളിക്കളയുകയില്ല. And he will not simply cast aside as man എത്ര says. പിന്മാറിപ്പോയാലും And no matter how much you backslide,
വരുത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. He is faithful to bless you with an expansion. ആമേൻ. അന്ന് അവന്റെ ജീവിതത്തിൽ ഒരു വിശാലത പത്രോസിന് കർത്താവ് കൽപ്പിച്ചു. And that day he was able to grow and expand in his life. Praise the Lord. Hallelujah. Amen. ആമേൻ. പകൽക്കാലം ഈ തകർക്കപ്പെട്ട ക്രൂശ്, And this afternoon, this broken cross, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നിന്നെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, and it not only gathers and holds on to you tight, വേറൊരു അനുഭവം കൂടെ. but there is also another experience. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, Let's turn to Exodus chapter 15. ചെങ്കടൽ ചാടിക്കടന്ന ചില ഇസ്രായേൽ മക്കൾ സന്തോഷം ആർത്തുപാടിക്കൊണ്ട് മുന്നോട്ട് പോവുക. And the children of Israel who passed the Red Sea are singing and praising God as they're going on their journey. ഓ സഹോദരി, തപ്പെടുത്ത് നൃത്തമാടുന്നു, പാടുന്നു, കൈകൊള്ളുന്നു, സാകുന്നു, വേണ്ട സകല ആർഭാടങ്ങളുമുണ്ട്. And so they're singing with the tambourine, and they're dancing, and they're jumping, and they're shouting for joy. അധിക നാൾ നിന്നില്ല. But that joy did not last long. മുൻപിലൊരു മരുഭൂമി. And before them there is a desert. ആമേൻ, സ്തോത്രം. വെള്ളമുണ്ട്, പക്ഷേ കയ്പാ. There is water there, but it is bitter. ഈ വെള്ളം കണ്ട് ഒത്തിരി സന്തോഷിച്ചു. And when they saw this water, they were overjoyed. കാരണം ദാഹിച്ചിരിക്കുമ്പോ എവിടെ വെള്ളം, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നവർ കേട്ടിട്ടില്ലേ, അവര് കുളത്തിൽ നിന്ന് വഴി പോകുന്നതിനകത്ത് വെള്ളം കുടിച്ചോണ്ട് പോവാ. And no matter what, have you not heard in North India that even as they're going in and they even see a ditch, they're willing to take the water from ഈ there. വരണ്ട അനുഭവത്തിൽ അവർ ചെയ്യാവുന്നതൊക്കെ അങ്ങ് ചെയ്യുകയാണ്. And so when they're in this atmosphere of dry desert, they do what they can. ആ വെള്ളം കണ്ടെങ്കിലും വിശാലമായിട്ടൊന്ന് കുടിക്കാനോ ആ ഒരു വിശാലത അവർക്കില്ലായിരുന്നു. And even though they saw that water, that oasis, they were unable to drink it. അവരുടെ ജീവിതത്തിലെ വിശാലതയെ തടയുന്ന ഒരു കയ്പ് അതിനകത്തുണ്ടായിരുന്നു. And there was something that blocked that resource and that blessing in their life right there. അതുകൊണ്ട് അവർക്ക് ആ വിശാലമായിട്ടൊന്ന് കുടിക്കുവാനോ സന്തോഷിക്കുവാനോ കഴിഞ്ഞില്ല. So they could not freely enjoy that water and that blessing that was there for them. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. ഈ കയ്പ് എങ്ങനെയും എവിടെയും ഉണ്ടാകാം. And this bitterness can happen anywhere and in any way. വെള്ളം കഴിച്ചതുകൊണ്ട് മാത്രമല്ല, And it's not because just the water was bitter. സ്നേഹക്കുറവുണ്ടെങ്കിലും ഈ കയ്പുണ്ടാകും. And even with the lack of love, this bitterness can spring up. ആമേൻ. ഈ കയ്പ് അവരുടെ ജീവിതത്തെ ആകെ തകർത്തു. And this bitterness had destroyed and brought them down in their life. സ്വസ്ഥതയെ കെടുത്തി. It quenched their peace. ജോൺ റൈറ്റ് എന്ന ഒരു ഇസ്രായേൽ ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ ഇപ്രകാരം അവരുടെ സ്വസ്ഥത മുഴുവനും നശിച്ചു. And John Bright, an Old Testament theologian, said that it totally exhausted all of their hope. ഇപ്പുറത്ത് വലിയ സന്തോഷത്തോടെ വന്നതാ. And on one end they came with great joy. എന്നാൽ എന്റെയും നിന്റെയും സ്വസ്ഥതയെ കെടുത്തുന്ന കയ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. And brothers and sisters, there are these experiences of bitterness that look to exhaust our hope. ആ കയ്പ് മാറ്റാൻ നാം എന്ത് ശ്രമിച്ചാലും പറ്റുകയില്ല. And no matter what we try to be able to move that bitterness, there is nothing that can happen. ഈ കയ്പ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയ്ക്കുണ്ടായി. And this bitterness happened in the midst of the Israelites. അന്യോന്യം കലഹം തുടങ്ങി. And between them there was murmuring that began. കയ്പോണ്ടാകപ്പാടെ വിവശതയായി ക്ഷീണിച്ച് വരണ്ടിരിക്കുമ്പോൾ ഒരുത്തം പറയുന്നത് കുറ്റം, മറ്റവൻ പറയുന്നത് കുറ്റം, ആകപ്പാട് അടിയും വരുന്നു. And as they're thirsty and as they're growing impatient, one person's complaint reaches the ear of another and grows into even more complaints. ഇത് കണ്ട ആകപ്പാടെ പ്രൈസ് കർത്താവിന്റെ അടുക്കലേക്ക്. And Moses is hearing all of this and exhausted and coming into the presence of the Lord. മോശയ്ക്ക് എല്ലാത്തിനും ന്യായീകരണമുണ്ട്. And Moses has tries to have an answer for everything. ഇവിടെ വരെ കൊണ്ടുവന്നേച്ച് ഈ കൈപ്പോളം കുടിച്ചിട്ട് ആകപ്പാടെ തകർന്ന് എന്നെ ചീത്ത വിളിക്കുന്ന എന്റെ കർത്താവ് ഇനി എന്തെങ്കിലും ചെയ്യുന്നു. And Lord, you have helped me bring these people over here. They're complaining and murmuring. You're the God that brought us here. Please do something. മോശ, നീ ഭാരപ്പെടണ്ട. And God tells Moses, do not worry. കയ്യെത്തുന്ന തീരത്ത് ഒരു മരുന്ന് പോട്ട്. And there is a piece of wood within arm's reach. അതൊന്ന് ഒടിച്ചേ. Break that wood. അതൊടിച്ചതൊന്ന് എറിഞ്ഞേ. And just cast it in. അതിലെ കയ്പിനെ വലിച്ചെടുത്തിട്ട് മധുരത്തെ അതിനകത്തോട്ട് പകരുന്ന ഒരു കമ്പായി. And this stick is one that draws out the bitterness and brings in the sweetness. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന വിശാല തരുന്ന ഒരു കമ്പായി. This is a stick
that not only makes the impossible possible. ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പകൽക്കാലം 2025 വർഷത്തിന് മുമ്പ് ഇത് കാൽവറിയിൽ തകർക്കപ്പെട്ടതാണ്. And this was in 2025 years ago that was broken on the cross of Calvary. ഇന്നും അതുപോലെ നമ്മുടെ കൈപ്പിനെ മാറ്റാൻ ശക്തിയുള്ള ഈ ഒരു കമ്പ്. And even today there is a stick, a rod that is able to remove the bitterness. ഭവനത്തിനകത്ത് സ്വസ്ഥത എന്ന വിശാലതയെ കെടുത്തിക്കളയുന്ന കൈപ്പിന്റെ അനുഭവത്തെ, And even in those experiences where peace is exhausted within the household, സഭയ്ക്കകത്ത് സ്വസ്ഥതയെ കെടുത്തുന്ന കൈപ്പെന്ന അനുഭവത്തെ, and even the bitterness that destroys hope within the church, ഒഴിച്ചു കളയുവാൻ യാതൊരു മാർഗവും നീ നോക്കണ്ട. and you do not need to try on your own way to try to break and remedy the situation. 2025 വർഷത്തിന് മുമ്പ് But 2025 years ഇത് ago, നിനക്ക് വേണ്ടി മധുരമാക്കാൻ തകർക്കപ്പെട്ടിരിക്കുകയാ. and this was already broken and downtrodden for you. ഒറ്റ കാര്യം ചെയ്താൽ മതി. All you have to do is this, നിങ്ങളത്തെ വെടിഞ്ഞ് and to set aside your pride കർത്താവിനോടൊന്ന് പറ, and tell the Lord, ഓ ഇവിടെ ഇച്ചിരി കൈപ്പൊട്ട് കർത്താവേ, Lord, there is some bitterness in this place. എന്റെ ഇടപാടിൽ സംസാരത്തിൽ കൊടുക്കൽ വാങ്ങിൽ ഒരിച്ചിരി കൈപ്പൊട്ട് കർത്താവേ, In my words and my actions, Lord, there is bitterness found. ഞാനറിയുന്ന കർത്താവേ, Lord, it is because of me, ഓ Lord. ഒരു വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബമേ സഭയെ, And those that desire that blessing and growth in both household and church. അവ ഇതെല്ലാം എന്റെ കർത്താവ് തന്നതേ ഉള്ളൂ. This is all that the Lord has given us. ഇന്ന് ഞാൻ ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും തന്ന നന്മകളും എന്റേതല്ല, എന്റെ കർത്താവ് എനിക്ക് തന്നതാ. And the reason why I am standing and living within that blessing is not because of me, but what the Lord has given me. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിച്ചു തരികയാ. Today, Lord, I am surrendering myself to you. ഓർമ്മയായുസ്സ് സന്തോഷത്തോടെ വിശാലതയോടെ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ, And to be able to live the life that I have left with peace. എല്ലാത്തിലും മൂലകാരണമാകുന്ന ഈ കൈപ്പിനെ മാറ്റി തരുവാൻ, And Lord, to be able to remove that bitterness. ആമേൻ സ്തോത്രം. ആ കൈപ്പിനെ മാറ്റി എന്റെ ദൈവം മധുരമാക്കി തീർക്കുവാൻ, And to be able to remove that bitterness and turn it into a sweet experience. നമ്മുടെ പാപത്തെ മാറ്റി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. Can we remove our sins and bring them into the presence in the hands of God? നമ്മളൊന്നിനും നിഗളിക്കുവാനില്ല. There is nothing to boast about. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ധനം, നമ്മുടെ വീട്, അവ എന്ത് തന്നെ ഉണ്ടായാലും, No matter if it's our health, our wealth, or our homes, or anything. 365 ദിവസം 3636 ദിവസം തന്നിട്ടുള്ളൂ കൂടിയാണ്. God has given us 365 days a year in our lives. ഇതാ ദാനമായ അല്പസമയത്തേക്ക് ചെന്ന് തന്നിരിക്കുമ്പോൾ, And as these are simply gifts for such a short time, അതിന് വിശാലതയെ തടയുന്ന എല്ലാ കൈപ്പിന്റെ അനുഭവങ്ങളെ മാറുവാൻ, and so that we can set aside every bitter experience that looks to destroy that. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Let us just surrender ourselves into the presence of God and pray ഈ ക്രൂശിന്റെ ശക്തി നമ്മളെ രക്ഷിക്കുന്നതാ. that the power of the cross is what saves us. മറ്റുള്ളവർക്ക് പോഷത്വമായി തോന്നുമ്പോൾ, And when it is foolishness to others, രക്ഷിക്കപ്പെട്ട എനിക്ക് and for the one who is saved, ശക്തിയായി വ്യാപരിക്കുകയാണ്. it turns into strength to me. നഷ്ടപ്പെട്ടത് സകലതും തിരികെ തരുന്ന അത്യന്ത ശക്തിയായി It വ്യാപരിക്കുകയാണ്. is a power that returns all that which is lost. ആ തകർക്കപ്പെട്ട ആ മധുരം അവൻ ഇന്ന് പ്രാപിപ്പാൻ തക്കവണ്ണമായി, In order to be able to experience the sweetness of that which was lost. ആ തകർക്കപ്പെട്ടതിനെ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് മുൻകുറിയായി ഈ തിരുമേശ നമ്മുടെ മധ്യത്തിലുള്ളപ്പോൾ, And as we remember that broken experience of this table that is set before us. പകൽക്കാലം ഞാൻ വ്യക്തമായി ശാന്തമായി നിങ്ങളോട് ചോദിക്കട്ടെ. And today I personally want to ask you, ആമേൻ സ്തോത്രം. മോഡേൺ യുഗം എന്നൊക്കെ എങ്ങനെയൊക്കെ മാറ്റം വരുത്തിയാൽ, and even if the modern age brings several changes, മുമ്പിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. there is a verse that is written across the front. എന്റെ തകർക്കപ്പെട്ടതിന് വേണ്ടി ഓർമ്മയ്ക്കായി ഇത് ചെയ്യാം. Do this for the brokenness that I have went through. ചുമ്മാ കഴിച്ച് പാനം ചെയ്ത് പോകാനില്ല. And it's not to simply eat and to just leave.
ഇത് കഴിക്കുമ്പോൾ ഒരു വിശാലത നമുക്കുണ്ടാകും. But when we eat to consume this, there is a blessing that is there. ഒരു ആത്മീക വിശാലത നമുക്കുണ്ടാകും. It is a spiritual blessing that needs to be there. ഒരു സ്വസ്ഥതയുടെ വിശാലത നമുക്കുണ്ടാകും. There needs to be a blessing of peace that is there. സഭയ്ക്കകത്ത് സമാധാനത്തെ കെടുത്തുന്ന സ്വസ്ഥമായ വിശാലത ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകും. And we need to have a peace within this church, within our church. എവിടെങ്കിലും ഏതെങ്കിലും വ്യക്തികളിന്മേൽ സഭയിന്മേൽ കുടുംബങ്ങളിന്മേൽ കയ്പിന്റെ അനുഭവം ഏതെങ്കിലും തരത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, And if there's this experience of bitterness that resides within this church or any individual today, വളരെ ഭക്തിയോടും ഭയത്തോടും ഞാൻ പറയട്ടെ, let me tell you fearfully and reverently in the presence of ഇതിലേക്ക് God കൈ നീട്ടുന്നതിന് മുമ്പ്, that even before you extend your hand, കർത്താവേ ഞാൻ ഇവിടെ വീണിട്ടുണ്ട്, Lord, this is where I have fallen. ഞാൻ അമാനുഷികനൊന്നുമല്ല. Lord, I am not perfect. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തകർക്കപ്പെട്ട ഈ ശരീരമുണ്ടല്ലോ, And Lord, this body that was broken, എന്റെ ജീവിതത്തിൽ ഒരു വിശാലതയ്ക്ക് വേണ്ടി തകർത്തതാ. Lord, I understand it is for a blessing for my life. നിത്യത അവകാശത്തിന് വേണ്ടി കർത്താവേ നീ തകർക്കപ്പെട്ടെങ്കിൽ, And Jesus, if you died for eternal life, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് നിത്യമായ വിശാലമായ ഒരു നിത്യത കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, and if Christ has given us an eternal life after this temporary one, പൂർണ്ണ പാകൽയത്തോടെ നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ, and if we with wholeheartedly accept that, ഇതിനകത്ത് നൽകുന്ന ഈ സമാധാനവും ഈ സ്വസ്ഥതയും ആ വിശാലത എനിക്കിന്ന് വേണം. then I need the peace of mind and the peace, general peace and well-being that I need. എന്റെ കുടുംബജീവിതത്തിൽ വേണം, I need it within my എന്റെ family. സഭയ്ക്കകത്ത് വേണം. I need it within my church. ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു. And so I surrender myself. ഏതെങ്കിലും കൈപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, And if there's any experience of bitterness, അത് ഹൃദയത്തിൽ ഏറ്റുപറയുക മാത്രമല്ല, and not only to confess it from your heart, ഇത് കഴിയുമ്പോൾ ചേർന്ന് അവയെ ചേർത്ത് പിടിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. but I also implore you to go and meet with that person and share it and let it go. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോട് കൂടെ ഒരു പ്രവാചകനുണ്ട്. And there is a prophet who is with us. മറന്നു പോകരുത് ദൈവമക്കളെ. And do not forget that, children of ദൈവം God. എന്തെല്ലാം വിശാലത തന്നിട്ടുണ്ടെങ്കിൽ, And no matter how many blessings you അവന്റെ have, ദാനമാണ്. that is all a gift. ആയുസ്സ് അവന്റെ ദാനമാണ്. Life is a gift. ആരോഗ്യം അവന്റെ ദാനമാണ്. Strength is a gift. തലമുറ അവന്റെ ദാനമാണ്. Generations are a നമ്മുടെ gift. അനുഗ്രഹങ്ങൾ അവന്റെ ദാനമാണ്. All of the blessings he has given is a ഹല്ലേലൂയ. gift. Amen. അതിനകത്തുനിന്ന് സ്വസ്ഥതയെ കടത്തിക്കളയുവാൻ അനുവദിക്കരുത്. And do not allow your peace to be ആ taken. വിശാലത എനിക്ക് തന്നിരിക്കുകയാ. And that peace that he has given to me. ഒറ്റ വാക്ക്. And just one word. ഇവിടെ വീട് കർത്താവേ. Lord, here is where I've fallen. അവൻ നിന്നോട് പറയും എടുത്തുകൊള്ളുക. And then he will tell you to take it ഇതാ up. പൊങ്ങി വന്നു. And here it rose ആ up. സ്വസ്ഥത പൊങ്ങി വന്നു. And that peace rose സൗഖ്യം up. പൊങ്ങി വന്നു. That healing rose up. സമാധാനം പൊങ്ങി വന്നു. And that peace came again. ഹല്ലേലൂയ. Amen. നമുക്ക് അതിനായി സമർപ്പിക്കാം. And let us surrender ourselves for ഒരു it. നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. And I'm going to pray. എന്നെ സൂവിലൂടെ കേൾക്കുന്ന ദൈവമൈക്കളെ, And the children of God who hear me, those who hear me ഈ online, ആയിരിക്കുന്ന ഇടങ്ങളിൽ and in the places നിന്റെ you are, ഭവനത്തിനകത്തൊരു വിശാലത വരുത്തുവാൻ, and for peace and expansion in your home, and for peace to reign ഒരു in your വാക്ക് മതി. home. There's only one അവൻ word, നിന്റെ ഭവനത്തിനകത്തുണ്ട്. and that he is there within നിന്റെ your home. കുടുംബത്തിനകത്തുണ്ട്. He is there within your അവൻ family, വിശാലത വരുത്താൻ മതിയായവൻ. and he is one to bring ഒരു growth and നിമിഷം നമുക്ക് blessing. സമർപ്പിക്കാം. And will you surrender yourself യേശുവിന്റെ for a അധികാരമുള്ള moment? നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്വസ്ഥതയെ കെടുത്തുന്ന, വിശാലതയെ കെടുത്തുന്ന എല്ലാവിധമായ മുഖാന്തരങ്ങളെയും ഇന്ന് പകൽക്കാലം ഒന്ന് കാണിച്ചു തന്നു കർത്താവ്. ആ സ്വസ്ഥത പൊങ്ങി വരുവാൻ, ആ വിശാലത പൊങ്ങി വരുവാൻ യേശുവിന്റെ നാമത്തിൽ. Praise the Lord. ആ സൗഖ്യം പൊങ്ങി വരട്ടെ, സമാധാനം പൊങ്ങി വരട്ടെ, സ്വസ്ഥത പൊങ്ങി വരട്ടെ, ശക്തി പൊങ്ങി വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നീ എങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ 26 കർത്താവ് ഈ ശുശ്രൂഷകൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, അത് പ്രയാസത്തിന് കാരണമാകാതെ ഇന്ന് പകൽക്കാലം